गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൂറാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടിണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരിനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല പോതുമൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം വാഴണം വാഴണം സുഖം. ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്നേഹനിധികളായ ഗുരു TV പ്രേക്ഷകരെ, എന്റെ ഈ പ്രഭാഷണം ശ്രവിക്കുന്ന അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് ഗുരുദേവ നാമധേയത്തിലെ എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒട്ടനവധി അത്ഭുത പ്രവൃത്തികളുണ്ട്. ആ കൂട്ടത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത അനിതര സാധാരണമായ ഒരു സംഭവം ഗുരുദേവൻ നടത്തിയിട്ടുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പരാമർശിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കറിയാം, കാലാകാലങ്ങളിലായി നമ്മുടെ ലോകത്ത് ജീവിച്ച ധാരാളം
മഹാപുരുഷന്മാരും സിദ്ധപുരുഷന്മാരും ആചാര്യന്മാരും മഹർഷീശ്വരന്മാരും ഒക്കെ നമ്മൾക്ക് ധാരാളം പ്രബോധനങ്ങളും ധാരാളം സന്ദേശങ്ങളും നൽകി നമ്മളെ സമ്പന്നരും സമ്പുഷ്ടരുമാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്കറിയാം. അതുപോലെ തന്നെ പുരാണ പുരുഷന്മാരും പല സിദ്ധന്മാരും ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ധാരാളം അത്ഭുത പ്രവൃത്തികളും കാണിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന കാര്യം വളരെ വിസ്മയകരമാണ്, അവിശ്വസനീയമാണ്. മറ്റു മഹാന്മാര്, ഉദാഹരണത്തിന് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നബി തിരുമേനി, രമണ മഹർഷി തുടങ്ങിയ പല സിദ്ധന്മാരും അവരുടെ ജീവിതത്തിൽ ഉടനീളം പ്രദർശിപ്പിച്ചിട്ടുള്ള, പ്രകടമാക്കിയിട്ടുള്ള, കാണിച്ചിട്ടുള്ള അത്ഭുതങ്ങളെ അതിശയിപ്പിക്കുന്ന വിധം ഗുരുദേവന്റെ ഭാഗത്തു നിന്നും പല സന്ദർഭങ്ങളിലും ധാരാളം അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു അത്ഭുത കഥ, ഒരു സംഭവ കഥയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കഥ നടന്നത് 1920 കാലഘട്ടത്തിലാണ് എന്നാണ് ഞാൻ രേഖയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഞാൻ ഈ കഥ വിവരിക്കുമ്പോൾ ഞാനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് SNDP യോഗത്തിന്റെ മുഖപത്രമായി പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു മാസികയുണ്ട്. അതിന്റെ പേര് വിവേകോദയം എന്നായിരുന്നു. ഈ വിവേകോദയത്തിലെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചും SNDP യോഗത്തെക്കുറിച്ചും ഒക്കെ ധാരാളം ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. എന്റെ വീട്ടിലെ ആ കാലത്ത് ഈ പ്രസിദ്ധീകരണം പതിവായി കിട്ടുന്ന ഒരു കാലഘട്ടവും കൂടിയായിരുന്നു. ഒരു ദിവസം തികച്ചും യാദൃച്ഛികമായിട്ട് ഈ വിവേകോദയം മാസിക ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ അത്ഭുത പ്രവൃത്തി എന്ന ഹെഡിങ്ങില് ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതനും അതുപോലെ തന്നെ സാംസ്കാരിക നായകനുമായ ശ്രീ MK സാനുവിന്റെ ഒരു ലേഖനമാണ് ഞാൻ അന്ന് വായിച്ചത്. ഈ സംഭവം നടക്കുന്നത് കൊട്ടാരക്കര താലൂക്കിലെ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലുമൂട്ടിൽ എന്ന് പറയുന്ന ഭവനത്തില്. ഈ കല്ലുമൂട്ടിൽ ഭവനം എന്ന് പറയുന്നത് പുത്തൂര് ചുങ്കത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത് കല്ലുമൂട്ടിൽ ഭവനം അല്ലെങ്കിൽ കല്ലുമൂട്ടിൽ കുടുംബം എന്ന പേരും പെരുമയും പ്രശസ്തി ആർജിച്ച ഒരു പഴയ കുടുംബം ഉണ്ടായിരുന്നു. ഇന്നും അതിന്റെ പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. ഈ വീട്ടിലാണ്, ആ പഴയ വീട്ടിലായിരുന്നു ഞാനിപ്പോഴിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം നടന്നത്. ഗുരുദേവനും തന്റെ ഏതാനും ശിഷ്യന്മാരും ഈ പറയപ്പെടുന്ന വീട്ടിലെ എത്തിച്ചേർന്ന ഒരു ദിവസം നടന്ന കഥയാണിത്. ഗുരുദേവൻ ഈ കല്ലുമൂട്ടിൽ ഭവനത്തിൽ വന്നു എന്ന് അറിഞ്ഞ്, അത് പറഞ്ഞു കേട്ട് ധാരാളം ആളുകൾ ഗുരുദേവനെ കാണുവാൻ ആ വീട്ടിൽ തിങ്ങിക്കൂടി. ആ കൂട്ടത്തിൽ ധാരാളം സ്ത്രീകള്, പുരുഷന്മാര് എന്ന് വേണ്ട ആബാലവൃദ്ധൻ ജനങ്ങളും തൃപ്പാദങ്ങളെ കാണുവാൻ ആ വീട്ടിലെത്തി. അതിനു മുമ്പ് പല പ്രാവശ്യവും ഗുരുദേവൻ ആ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഗുരുദേവൻ വന്നപ്പോൾ ആ നാട്ടുകാർക്ക് അവരുടേതായ ചില സങ്കടങ്ങൾ കൂടി ഗുരുദേവനോട് ഉണർത്തിക്കാനുണ്ടായിരുന്നു. പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ ഓരോരുത്തരും അവരവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഗുരുദേവനുമായിട്ട് പങ്കുവയ്ക്കുകയും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗുരുദേവൻ ചില നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം അവര് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. അങ്ങനെ ഒരു ഘട്ടമായപ്പോൾ
ആ സദസ്സിലുണ്ടായിരുന്നതിലെ ഒരു ഭേദപ്പെട്ട കാഴ്ചയിൽ തന്നെ ഒരു തറവാട്ടുകാരൻ അവരുടെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു 10-70 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഗുരുദേവനെ വിനീതമായി നമസ്കരിച്ചിട്ട് പറഞ്ഞു, സ്വാമി, ഞങ്ങൾക്ക് മറ്റൊരു സങ്കടം കൂടി അങ്ങയോട് പറയുവാനുണ്ട്, അതങ്ങ് കേൾക്കണം. ഓഹോ, പറഞ്ഞോളൂ. ഗുരുദേവൻ അതിന് മറുപടിയായി അങ്ങനെ പറഞ്ഞു, സ്വാമി, ഞങ്ങൾ ഈ ചുറ്റുവട്ടം, ഈ പുത്തൂര്, ഈ ചുങ്കത്തറ ഭാഗത്ത് ജീവിക്കുന്നതിലെ അധികം പേരും കൃഷിക്കാരാണ്. കൃഷിയാണ് ഞങ്ങളുടെ മുഖ്യ ജീവിതോപാധി. ഈ കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് ഞങ്ങളിൽ പലരും ജീവിച്ചു പോകുന്നത്. പക്ഷെ ഈ അടുത്ത സമയത്തായിട്ട് ഞങ്ങളെല്ലാം വളരെ നിരാശരാണ്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങള് കൃഷി ചെയ്യുന്ന കൃഷി സാധനങ്ങൾ ഒന്നുമേ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. മരച്ചീനി, അതുപോലെ തന്നെ കാച്ചിൽ, കിഴങ്ങ്, ചേന തുടങ്ങിയ കൃഷികൾ ഞങ്ങൾ വ്യാപകമായി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം വിളവെടുക്കാൻ വരുവമാകുന്ന സമയം, അതിനുള്ള അനുകൂല സന്ദർഭമാകുമ്പോൾ ഞങ്ങൾ കൃഷിയിടങ്ങളിൽ ചെന്ന് ഈ കൃഷി ഞങ്ങള് അതിന്റെ ആദായം എടുക്കാൻ ചെല്ലുമ്പോഴാണ് ഞങ്ങളുടെ നെഞ്ചു പൊടിഞ്ഞു പോകുന്നത്. സ്വാമി, അതെന്താണ് പറയൂ. സ്വാമി, ഞങ്ങളുടെ കൃഷി സാധനങ്ങൾ മൊത്തം എലികൾ കൂട്ടത്തോടെ വന്ന് നശിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് കഴിക്കാനോ വിൽപ്പനയ്ക്കായിട്ടോ ഒന്നുമേ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ നശിച്ച് നാമാവശേഷമാകുകയാണ്. ഈ എലികളുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ നിർവാഹമില്ല എന്ന് അദ്ദേഹം വളരെ വേദനയോടുകൂടി ഈ തറവാട്ട് കാരണവർ ഗുരുദേവനോട് പറഞ്ഞു. എല്ലാ ആളുകളും ഈ സംഭവം അവിടെ നേരിട്ട് കാണുകയാണ്, കേൾക്കുകയാണ്. ഇത് കേട്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു, അങ്ങനെയാണോ? ആണ് സ്വാമി. അപ്പോൾ ഒരു നിമിഷം ഗുരുദേവനെ ഒന്ന് കണ്ണടച്ചു ധ്യാനത്തിലിരുന്നു. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. അപ്പോഴാണ് എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് അതിശയിപ്പിച്ചുകൊണ്ട് ആ കാഴ്ച കാണുന്നത്. അങ്ങ് ദൂരെ ഗുരുദേവന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നതിനൊരു വഴിയുണ്ട്. ആ വഴിയുടെ രണ്ടു വശത്തായിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്, കൂട്ടം കൂടി. അപ്പൊ അതിന്റെ ഒത്ത നടുവിലൂടെ ഒരു വഴി ഉണ്ട്. ആ വഴിയിലൂടെ ഒരു ജാഥയിൽ പങ്കെടുക്കുന്ന രീതിയിൽ ഒരു 10-250 എലികൾ കൂട്ടമായിട്ട് ജാഥയായിട്ട് നടന്നു നീങ്ങുകയാണ്. അത് നേരെ വന്നത് ഗുരുദേവന്റെ മുമ്പിലേക്കാണ്. ഗുരുദേവന്റെ മുമ്പിൽ വന്നപ്പോൾ അവിടെയുണ്ടൊരു സവിശേഷത. അതിൽ ഏറ്റവും മൂത്ത അല്ലെങ്കിൽ മൂപ്പ് കൂടിയ ഒരു മൂപ്പൻ, അവരുടെ നേതാവ്, ഒരു എലി ഗുരുദേവന്റെ ഏറ്റവും അടുത്ത് വന്നു. ബാക്കിയുള്ളവരെല്ലാം തൊട്ട് പുറകെ നിന്നു. ഏറ്റവും വിശേഷപ്പെട്ട മറ്റൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എലികളുടെ എല്ലാവരുടെയും കൈവശം അവര് കഴിച്ച ഭക്ഷ്യസാധനങ്ങളുടെ അവശിഷ്ടം അല്ലെങ്കിൽ കൃഷി സാധനങ്ങളുടെ അവശിഷ്ടം, മരച്ചീനി, കാച്ചില്, കിഴങ്ങ്, ഇതിന്റെ എല്ലാ അവശിഷ്ടം, ഈ എലികൾ തിന്നതിന്റെ അവശിഷ്ടം അവരുടെ കയ്യിൽ വഹിച്ചുകൊണ്ടാണ് ഗുരുദേവന്റെ അടുത്ത് എത്തിയത്. എന്നിട്ട് ഗുരുദേവൻ എന്ത് ചെയ്തു? അതിലെ നേതാവായിട്ട് വന്ന ആ കാരണവനായ എലിയെ ഇനി അടുത്ത് പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളീ കാണിക്കുന്നത് വലിയ കടുങ്കൈയല്ലേ? ഈ ഇരിക്കുന്ന കൃഷിക്കാരെയെല്ലാം നിങ്ങൾ കണ്ടില്ലേ? അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയല്ലേ അവർ കൃഷി ചെയ്യുന്നത്? അവരെ ഇങ്ങനെ നശിപ്പിക്കാമോ? അവർക്കും ജീവിക്കണ്ടേ നിങ്ങളെ പോലെ? അതിനെ ശരിവെച്ചുകൊണ്ട് ഈ എലികള് അതിൻ്റെതായ നൈസർഗികമായ ശബ്ദത്തിൽ എന്തോ ഒരു ഉത്തരവും പറഞ്ഞു. എന്നിട്ട് ഗുരുദേവൻ പറഞ്ഞു, ഇനി മേലാൽ ഇവരെ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് മറ്റു സാധനങ്ങളെല്ലാം കഴിക്കുവാൻ ധാരാളമുണ്ടല്ലോ, അവരും ജീവിച്ചു കൊള്ളട്ടെ. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന കൃഷിക്കാരോടായിട്ട് പറഞ്ഞു, ഇനി മേലിൽ നിങ്ങളെ ഈ എലികൾ ഉപദ്രവിക്കത്തില്ല, ഞാൻ വാക്ക് തരുന്നു. ഈ എലികളെല്ലാം ഗുരുദേവൻ പറഞ്ഞ ഈ വാക്കുകൾ, സന്ദേശങ്ങൾ കേട്ട് വളരെ മൗനിയായിട്ട്, നിശബ്ദരായിട്ട്
തിരിച്ച് അതുപോലെ ജാഥയായി പോയി. ആളുകൾക്കെല്ലാം ഇതൊരു വിസ്മയകരമായ കാഴ്ചയായിരുന്നു. സത്യം പറയട്ടെ, ഈ അടുത്ത സമയത്തും ഞാൻ ഈ പറയുന്ന വീട്ടിൽ പോകുവാൻ അവസരം എനിക്കുണ്ടായി. ഇന്നേ ദിവസം രാവിലെയും ഞാൻ ആ വീട്ടിലെ ഇപ്പോൾ അവിടെ താമസിക്കുന്ന കാരണവരെ ടെലിഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ ഒന്നും കൂടി ഞാനൊന്ന് അനുസ്മരിക്കുകയും ഈ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സംഭവം നടന്നതായിട്ട് അവിടെ ജീവിച്ചിരുന്ന, അവർക്ക് ബന്ധവും സ്വന്തവും കടപ്പാടുമുള്ള കുടുംബത്തിലെ ആൾക്കാർ ഈ കാര്യം പലപ്പോഴും പറയുന്ന കാര്യം ആ വീട്ടുകാരൻ കേട്ടിട്ടുള്ളതായിട്ടും പറഞ്ഞു. ഇതിനെല്ലാം ഉപരിയായി മറ്റ് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഈ വീട്ടിലെ ഇന്നും ഗുരുദേവൻ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു പീഠം, 4 കാലിൽ തീർത്ത ഒരു പീഠം, ഒരാൾക്ക് കക്ഷിച്ചിരിക്കാം. പഴയ വീടുകളിലൊക്കെ അതുണ്ട്. അതിന് പ്രാദേശികമായിട്ട് അതിന് കൊരണ്ടിയെന്നോ ഒക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു പീഠം ഇപ്പോഴും ആ വീട്ടിലെ അവരുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് ഗുരുദേവൻ അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ കൊടുത്ത ഇരിപ്പിടമാണ്. അത് അവരൊരു നിധി പോലെ സൂക്ഷിക്കുന്നു. അതിനൊക്കെ ഉപരിയായി മറ്റൊരു കാര്യം, ആ കാലഘട്ടത്തില് ഈ വീടിന് ചുറ്റും താമസിച്ചിരുന്ന ധാരാളം ആളുകൾ അവർക്ക് എന്തെന്നില്ലാത്ത പ്രയാസവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ ഓടി ഈ വീട്ടിലെത്തുകയും ഈ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ആ പീഠം എടുത്ത് അവരുടെ തലയ്ക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കും, എന്റെ ഗുരുദേവ, എന്റെ സകല പ്രയാസങ്ങളും ഒഴിവാക്കി തരണമേ, എന്നെ രക്ഷിക്കണമെന്നും. അതിനതിൻ്റെതായ ഫലവും ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ആ വീട്ടിലത് നിധി പോലെ സൂക്ഷിക്കുന്നു. ഞാനിത് പറയുവാൻ കാരണം, ഈ സംഭവം സാധാരണക്കാർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എലികള് നിമിഷ നേരം കൊണ്ട് ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ ജാഥയായിട്ട് വരികയും ഇന്നും ആ വീട്ടിലും പരിസരത്തും ഉള്ള പല കൃഷിഭവനങ്ങളിലും അല്ലെങ്കിൽ കൃഷിവലന്മാരുടെ ഭവനങ്ങളിലും അവരുടെ പാടത്തും പറമ്പിലും ഈ എലികളുടെ ശല്യമേ ഇല്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഒരു അവതാര പുരുഷന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന അത്ഭുതകരമായ സംഭവം. ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് അത്ഭുതങ്ങളാണ് ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. മറ്റ് മഹാപുരുഷന്മാർക്ക് ആർക്കും ചെയ്യാൻ സാധിക്കാത്ത അനിതര സാധാരണമായ അത്ഭുതകരമായ അവിശ്വസനീയമായ ഈ കഥകള് നമ്മൾ വളരെ വിസ്മയത്തോടു കൂടിയാണ് കേട്ടിരിക്കുന്നത്. ഇത് ഗുരുദേവൻ ആരാണെന്നും ഗുരുദേവന്റെ ശക്തി എന്തായിരുന്നു എന്നും നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു ചെറിയ സംഭവമാണ്. ഞാനിത് വിശ്വസിക്കാൻ കാരണം, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മഹാപണ്ഡിതനും സാംസ്കാരിക നായകനും ഒക്കെയായ പ്രൊഫസർ MK സാനു അന്ന് എഴുതിയ ലേഖനം, ആ മനുഷ്യനും ജീവിച്ചിരിക്കുന്നു, ഞാനും ജീവിച്ചിരിക്കുന്നു, ഇത് ജീവിതത്തിലെ ഒരു വലിയ നിധി പോലെ ഞാൻ ഇന്നും സൂക്ഷിക്കുന്ന ഒരു ഓർമ്മയാണ്, ഒരു സംഭവമാണ്. എന്നെ കേൾക്കുന്ന ഗുരുദേവ ഭക്തരോട് ഞാൻ ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. ഗുരുദേവനെ കൊണ്ട് അസാധ്യമായത് ഒന്നുമേയില്ല. എല്ലാം ഗുരുദേവന് സുസാധ്യമാണ്. അതിന്റെ കാരണം മുമ്പൊരു സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചു. ഗുരുദേവന് ജന്മസിദ്ധമായി കിട്ടിയ ചില അത്ഭുത ശക്തികളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുദേവന്റെ അഷ്ടൈശ്വര്യ സിദ്ധികളാണ്. 8 സിദ്ധികൾ. ഒരു അവതാര പുരുഷന് സാക്ഷാൽ ഈശ്വരന് വേണ്ടുന്ന ഒരു മിനിമം ക്വാളിഫിക്കേഷനാണ് ഈ അഷ്ടൈശ്വര്യ സിദ്ധി. അത് ഗുരുദേവന് വേണ്ടുവോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും പ്രവർത്തിക്കുവാൻ ഗുരുദേവന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ആധുനിക തലമുറ, വിദ്യാസമ്പന്നരായ ഇന്നത്തെ ജനവിഭാഗം ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് പഠനം നടത്തേണ്ട ആവശ്യകത വളരെ വലുതാണ്. നമ്മുടെ കുഞ്ഞുകുട്ടികളും ഈ സംഭവങ്ങള് തീർച്ചയായിട്ടും വായിച്ചറിയണം, അവരത് പഠിച്ച് മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, പകർന്നു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം ഗുരുദർശനവുമായി അഭേദ്യമായി ബന്ധമുണ്ടാകുന്നതിനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. നമ്മെ എല്ലാവരെയും ഈ കഥ കേൾക്കുന്ന ഈ ഗുരു TV പ്രേക്ഷകരും അവരൊരു വലിയ അസറ്റാണ്, ഒരു വലിയ നിധിയാണ്. ഈ കഴിവുള്ളിടത്തോളം എല്ലാ ഭാഗങ്ങളിലും
ഗുരുദേവനെ സംബന്ധിച്ച ഈ പുതിയ പുതിയ കാര്യങ്ങൾ, ഈ വിഷയങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാന് ഉള്ള ഏറ്റവും പറ്റിയ ഒരു സംവിധാനമാണ് ഈ ഗുരു TV എന്ന് പറയുന്ന സംവിധാനം. അത് വളരെ വ്യാപകമായി വളരെ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നല്ല അഭിപ്രായങ്ങളും നല്ല നിർദ്ദേശങ്ങളും ഈ ഗുരു TVക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ കൃതാർത്ഥതയോടുകൂടി ഞാൻ ഓർക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും തൃപ്പാദങ്ങളുടെ എല്ലാവിധമായ അനുഗ്രഹാശിസ്സും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ ലഘുപ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ. ആരായുകിലന്തത്വമൊഴിച്ചാതിമകസിൻ നേരാംവഴി കാട്ടും ഗുരുവല്ലോ പരദൈവ. ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ അനശ്വരദീപ്തിയാർന്ന് പരിലസിക്കുന്ന യുഗപുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ. വർണ്ണവർഗരഹിതമായ സർവരും സ്വാതന്ത്ര്യത്തേന വാഴുന്ന ഒരു മാതൃകാ ലോകമായിരുന്നു ഗുരുദേവന്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഗുരുധർമ്മത്തിന്റെ വഴിയിൽ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നേ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഗുരുദേവ ദർശനത്തിന്റെ സൂക്ഷ്മതലം വെളിപ്പെട്ടു കിട്ടുക എളുപ്പമല്ല. അതിന് നിരന്തരമായ സാധനയും പരിശീലനവും ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ നിരവധി ഗുരുമന്ദിരങ്ങൾ ഉണ്ട്. എങ്കിലും അവയുടെ ലക്ഷ്യം, പ്രവർത്തന ശൈലി, പ്രാർത്ഥനകൾ, ഗുരുധർമ്മ പ്രചരണം, സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വൈജന്യങ്ങൾ നിലനിൽക്കുന്നു. ഓരോ ഗുരുമന്ദിരവും ഗുരുധർമ്മത്തിന്റെ കെടാവിളക്കായി ശോഭിക്കേണ്ടതാണ്. അങ്ങനെയായാൽ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ പ്രദേശങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനാവും. അത്തരമൊരു തുടർച്ചയിലൂടെ ഗുരുദേവൻ വിഭാവന ചെയ്ത ഏകലോകത്തെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അതിലേക്കുള്ള ഒരു കൈത്തിരി നാളവുമായി ഗുരു TVയും നിങ്ങളോടൊപ്പം. തൃശൂർ ശ്രീ മാഹേശ്വര ക്ഷേത്രം. തൃശൂർ ജില്ലയിലെ കൂർക്കാഞ്ചേരി ശ്രീനാരായണപുരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ മാഹേശ്വര ക്ഷേത്രം. കൊല്ലവർഷം 1088 ശ്രീ ബോധാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഭക്തി പരിപാലന യോഗം സ്ഥാപിച്ചതിനു ശേഷം യോഗം വകയായി ഒരു ക്ഷേത്രം ഗുരുദേവനെ കൊണ്ട് പ്രതിഷ്ഠ നടത്തണമെന്ന് തീരുമാനിച്ചു.
യോഗം അംഗങ്ങളിൽ നിന്ന് പിരിച്ച ചെറിയ തുകയും യോഗാംഗങ്ങളിൽ ചിലർ മുൻകൂറായി നൽകിയ സംഭാവനകളും സ്വരൂപിച്ച് ശ്രീകോവിലിൻ്റെയും നാലമ്പലത്തിൻ്റെയും പണികൾ പൂർത്തിയാക്കി. പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നതിന് ഗുരുദേവനെ ക്ഷണിക്കുന്നതിനായി യോഗം പ്രവർത്തകർ ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു. കൊല്ലവർഷം 1092 ചിങ്ങമാസം 28-ാം തീയതി ചൊവ്വാഴ്ച ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെയും യോഗം പ്രവർത്തകരുടെയും അപേക്ഷ സ്വീകരിച്ച് ശ്രീനാരായണ ഗുരുദേവൻ തൃശ്ശിവപേരൂരെത്തിച്ചേർന്നു. രാത്രി 15 നാഴിക എത്തുമ്പോഴാണ് പ്രതിഷ്ഠാ മുഹൂർത്തമെന്നും അപ്പോൾ ഒരു മഴ പെയ്യുമെന്നും ഗുരുദേവൻ അരുളി ചെയ്തു. ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാനായി നാലമ്പലത്തിനുള്ളിൽ നിന്നും ഇറങ്ങിയ സമയം മഴ പെയ്യുകയും ഭക്തജനങ്ങളുടെ മന്ത്രോച്ചാരണം കൊണ്ടും പഞ്ചവാദ്യഘോഷം കൊണ്ടും ക്ഷേത്ര പരിസരം ഭക്തിസമുദ്രത്തിൽ ആറാടി നിൽക്കെ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ശിവലിംഗമാണ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത്. ഈ സമയത്ത് ഗുരുദേവന്റെ ഛായാചിത്രം ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ നാലമ്പലത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ശ്രീ മാഹേശ്വര ക്ഷേത്രമെന്ന് ഗുരുദേവൻ നാമകരണം ചെയ്ത ഈ ക്ഷേത്ര സങ്കേതം ശ്രീനാരായണപുരമെന്നും അറിയപ്പെടുന്നു. ഇവിടെ അദ്വൈതാശ്രമം, ശ്രീനാരായണ അനാഥശാല, സംസ്കൃത വിദ്യാലയം, ശ്രീ ബോധാനന്ദ മെമ്മോറിയൽ പ്രൈമറി സ്കൂൾ, സിദ്ധ വൈദ്യാശ്രമം എന്നിവ പ്രവർത്തിക്കുന്നു. ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ കാവടി അഭിഷേകവും പ്രധാന ഉത്സവവും മകരമാസത്തിലെ തൈപ്പൂയ ദിവസമാണ് ആഘോഷിക്കുന്നത്. 8 ദിവസമാണ് ഇവിടുത്തെ ഉത്സവ മഹാമഹകാലം. ലോക ആരാധ്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മം കൊണ്ട് പവിത്രമായ തൃശൂർ ശ്രീ മാഹേശ്വര ക്ഷേത്രം ഭക്തി നിർഭരമായി ഇന്നും പരിലസിക്കുന്നു ഗുരു ചൈതന്യമായി.